സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനസ്ഥിതിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സാമ്പത്തിക സ്ഥിതിയും ധനസ്ഥിതിയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ധനസ്ഥിതി എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ധനസ്ഥിതി, ആ ധനം വെച്ചിട്ട് സർക്കാരിന് വികസന കാര്യങ്ങൾ നടത്താവും. സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞാൽ മൊത്തത്തില് ഈ സംസ്ഥാനത്തിന്റെ മുഴുവനും കാര്യങ്ങൾ അടങ്ങുന്ന ആളുകളുടെ മുഴുവനും വരുമാനവും അവരുടെ ചെലവും മൊത്തത്തിലുള്ള GDPയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സാമ്പത്തികം എന്ന് പറഞ്ഞാൽ മൊത്തം. ഈ ധനകാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന്റെ ധനകാര്യം, സർക്കാരിന്റെ വരുമാനവും സർക്കാരിന്റെ ചെലവും. പക്ഷെ ഇവിടെ ഇപ്പോൾ ഈ നമ്മുടെ സർക്കാർ നടത്തുന്ന എല്ലാ വികസന കാര്യങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം എന്താണ്? സർക്കാരിന്റെ ധനമുണ്ടോ? ഇപ്പോൾ ഉള്ള സ്ഥിതി എന്താണെന്ന് അറിയാം. ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിച്ച ഒരാളാണ്. ഞാനിവിടെ സംസ്ഥാനത്തിന്റെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായിരുന്നിട്ടുണ്ട്, സംസ്ഥാനത്തിന്റെ പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുണ്ട്, സംസ്ഥാനത്തിന്റെ ധനകാര്യ സ്ഥിതി വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്, വിലയിരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിന്റെ ഇപ്പൊ കഴിഞ്ഞ ഒരു 25 വർഷമായിട്ടുള്ള ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മോശമായിട്ടുള്ള ധനകാര്യ തകർച്ചയിലും കടക്കണിയിലും അകപ്പെട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജിലേക്ക് കേരളം എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. കഷ്ടിച്ച് ശമ്പളവും പെൻഷനും മാത്രം കൊടുക്കാനായിട്ടുള്ള പണം മാത്രമേ സർക്കാരിൻ്റെ കയ്യിലുള്ളൂ, വേറെ ഒന്നിനും പണമില്ല. നിങ്ങളൊരു മെഡിക്കൽ കോളേജിൽ പോയി നോക്കൂ, മരുന്ന് ഇവിടെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് മെഡിക്കൽ കോളേജിൽ വലിയ ബഹളമായിരുന്നല്ല. എന്താണ് പ്രശ്നം? മരുന്ന് വാങ്ങിക്കാൻ പൈസയില്ല, ഉപകരണങ്ങൾ വാങ്ങിക്കാൻ പൈസയില്ല, അവിടെ മറ്റേ ഇത് ചെലവിന് പൈസയല്ലോ, ലിഫ്റ്റ് നന്നാക്കാൻ പൈസയില്ല. അത്രയും മോശം സ്ഥിതി ഒരു മെഡിക്കൽ കോളേജിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പബ്ലിക് സ്ഥാപനമാണ്. അവിടുത്തെ സ്ഥിതി ഇതാണ്. ഇത് തന്നെയാണ് കേരളത്തിലെ മൊത്തം ഈ നമ്മുടെ പബ്ലിക് ആശുപത്രികളുടെയും ബാക്കിയുള്ള സ്ഥിതി. പൈസയില്ല. ഇപ്പൊ നിങ്ങൾ വേറെ ഏതൊരു ഐറ്റം എടുക്കൂ, ഇപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ എന്തെങ്കിലും ഒരു കാര്യം നടത്താൻ അതിന് സർക്കാർ പണം കൊടുക്കണ്ടേ? ഇപ്പോ വികസന പദ്ധതികളല്ലേ ഏതാണ്ട് പദ്ധതികളും ചുരുക്കിയിരിക്കുന്നു. പിന്നെ ഈ സർക്കാർ ഇപ്പൊ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാം കടം മേടിച്ചിട്ടാണ് ഇതൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മുടെ ഒരു സംവിധാനം അനുസരിച്ച് കടം മേടിച്ചിട്ട് അത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന് വികസനത്തിന് വേണ്ടിയാണ് നടത്തേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സർക്കാർ കടം മേടിച്ച് എങ്ങനെയെങ്കിലും ഈ ശമ്പള പെൻഷൻ കൊടുത്ത് അതുപോലെ തന്നെ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വാഹനം അതുപോലുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവരുടെ മാതിരിയുള്ള കാര്യങ്ങൾ മാത്രം നടത്തിക്കൊണ്ട് പോകുന്നു. വേറെ ഒന്നിനും പണമില്ല, ഒരു മേഖലയിലും പണമില്ല. നിങ്ങളിപ്പോൾ ഈ സർക്കാരുമായിട്ട് ബന്ധപ്പെടുന്ന ഏതെങ്കിലും ഒരു പ്രശ്നം എടുക്കൂ, ഒരു കാട്ടാന ഒരു കിണറ്റില് വീണ ഒരു സംഭവം ഉണ്ടായില്ലെന്ന്. അപ്പോൾ അവിടെയുള്ള ആളുകൾ പറയുന്നത് എന്താണെന്ന് അറിയാം, ഈ നിങ്ങൾ JCB കൊണ്ടുവന്ന് ഈ കിണറെല്ലാം കുഴിച്ചിങ്ങനെ കൊഴിച്ച് കാട്ടാനെ രക്ഷപ്പെടുത്തുന്നതൊക്കെ കൊള്ളാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ പിന്നീട് അതിന് ഞങ്ങൾക്ക് നഷ്ടം വന്ന 1 ലക്ഷം രൂപ തന്നിട്ടേ നിങ്ങൾ കൊണ്ടുപോകാൻ വെക്കൂ. ഇന്ന് തന്നെ ചക്ക കയറണം, അല്ല നാളെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ല. ഇതാണ് നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ ധനകാര്യ സ്ഥിതി. റോഡുകളെല്ലാം പൊട്ടിയും പൊളിഞ്ഞും നാശിച്ചും നാമാവശേഷമായിട്ട് കിടക്കുന്നു. പണം ഉണ്ടോ എന്നാക്കാൻ? ഏതെങ്കിലും ഒരു കാര്യത്തിന് പണമുണ്ടോ? അപ്പോ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ നേരത്തെ വലിയ പ്രഖ്യാപനം പറഞ്ഞിട്ട് ഇതിപ്പോ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ ഇതാ എല്ലാവർക്കും ഞങ്ങൾ ഇത് കൊടുക്കാൻ പോകണം, പണമുണ്ടോ? അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരുടെ DA വേറെ നിങ്ങൾ കൊടുക്കാൻ പണമുണ്ടോ? അപ്പോ ഈ ഒരു ധനപ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രൂക്ഷമായിട്ടുള്ള ഒരു ധനകാര്യ പ്രതിസന്ധിയിലും തകർച്ചയിലുമാണ് സംസ്ഥാന സർക്കാർ. തകർച്ചയെന്ന് ഞാൻ പറയാൻ കാരണം എന്നറിയാം, 2023-24 CAG-യുടെ ഒരു കണക്കുണ്ട്. സർക്കാർ കടമെടുത്തിരിക്കുന്ന 1 ലക്ഷം കോടിയിലധികം രൂപ. അവിടെ 1.5 ലക്ഷം കോടി രൂപയേ ഉള്ളൂ സർക്കാരിന് മൊത്തം ബഡ്ജറ്റ്. 1 ലക്ഷം രൂപ കടമെടുത്ത് 1 ലക്ഷം കോടി രൂപ കടമെടുത്തിരിക്കുന്നു. അതെല്ലാം ഇങ്ങനെ ഒരു വർഷം പിന്നീട് ഏതാണ്ട് 250 പ്രാവശ്യമാണ് ഈ കടമെടുത്തിരിക്കുന്നത് റിസർവ് ബാങ്കിൽ നിന്ന്. അങ്ങനെയൊക്കെ കൊടുത്ത് ഇങ്ങനെ നിർത്തി പോകുന്നേ ഉള്ളൂ. വേറെ ഒന്നിനും പണമില്ലാത്ത ഇത്രയും മോശമായിട്ടുള്ള ഒരു ധനസ്ഥിതി ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് പറയാം, ഇത് ഈ സംസ്ഥാന സർക്കാർ അനുവർത്തിച്ചു വരുന്ന ധനധൂർത്ത് രാഷ്ട്രീയമാണ്. ഇപ്പൊ 2016 ഈ സർക്കാരിലൂടെ ഉണ്ടായിരുന്നപ്പോൾ ഇവർ ആദ്യം ഒരു ധവളപത്രം പ്രസിദ്ധീകരിച്ചു. ആ ധവളപത്രത്തിൽ പറയുന്ന വൈറ്റ് പേപ്പർ, അതിൽ പറയുന്നത് എന്താണെന്ന് പറയാം, 2016 പറയാണ്, അന്ന് പിന്നീട് തോമസ് ഐസക്കാണ് ധനമന്ത്രി, അവർ അധികാരത്തിൽ വന്ന ഉടനെ ഒരു ധവളപത്രം പ്രസിദ്ധീകരിച്ചിട്ട് ഈ നിലയ്ക്കാണ് പോകണമെങ്കിൽ 2021 ആവുമ്പോൾ തന്നെ ശമ്പളവും പെൻഷനും മുടങ്ങും, അത്രയും മോശമായിട്ടുള്ള സ്ഥിതിയിലേക്ക് പോകും.
എന്നാൽ ഈ ധനപ്രതിസന്ധി പരിഹരിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു നടപടിയെടുത്തോ? അതിനു പകരം ചെയ്തതെന്താണ്? ഓഫ് ബഡ്ജറ്റ് ബാറായി. അതായത് പിന്നീട് ട്രഷറിക്ക് പുറത്തുകൂടെ ഞങ്ങൾ ഇത് വാങ്ങിക്കാൻ പോകണം, അല്ലെങ്കിൽ കിഫ്ബി വഴി ഞങ്ങൾ വികസനം നടത്താൻ പോകണം, അല്ലെങ്കിൽ പിന്നെ CAG പറയണം, CAGയുടെ പറയുന്നൊന്നും ഞങ്ങൾ കേൾക്കുന്നില്ല, ഞങ്ങളുടെ വഴിക്ക് ഞങ്ങൾ വികസനം നടത്തുമെന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ സ്ഥിതി? ഇപ്പൊ അന്നെടുത്ത കടം വരെ ഇപ്പോ ഈ കടപരിധിയിൽ ഇവര് വെട്ടിക്കുറച്ച് സർക്കാരിന് പണം കൊടുക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയായി. ഏതെങ്കിലും ഒരു കാര്യത്തിന് സർക്കാരിൻ്റെ കയ്യിൽ പണമുണ്ടോ? നിങ്ങളിപ്പോ ഈ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, ഉണ്ടോ? ഏതെങ്കിലും ഒരു കാര്യത്തിന് പണമുണ്ടോ? ഇപ്പോ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് ഇവിടെ, മുനിസിപ്പാലിറ്റീസും ഇതൊക്കെ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്. അവിടെ ഏതെങ്കിലും ഒരു കോൺട്രാക്ട് ഒരു വർക്ക് ഇപ്പോൾ എടുക്കാൻ തയ്യാറാവുന്ന അന്വേഷിച്ച് നോക്കൂ. അത്രയും പരിതാപകരമായ, സമ്പൂർണ്ണ തകർച്ചയായ അല്ലെങ്കിൽ കടക്കടിയിലായ ഒരു സ്ഥിതിയിലേക്ക് എത്തി നിൽക്കുന്നു. ഇതിന് ഞാൻ പറയുന്നത് എന്താണെന്ന് പറയാം, ധനധൂർത്ത രാഷ്ട്രീയം എന്നാണ് പറയുന്നത്. അതായത് സംസ്ഥാനത്തിന്റെ പരിമിതമായ വരുമാനവും കടമെടുത്ത തുകയും ജനക്ഷേമത്തിനും നാട് നന്നാക്കാനും വികസന ഇതിനും ചെലവാക്കാതെ ഇവിടെ ആഡംബരത്തിനും ധൂർത്തിനും ചെലവാക്കി ഈ നാടിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാമെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഈ നമ്മുടെ ഇപ്പോൾ ഈ മന്ത്രിമാരും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും ഒക്കെ നമ്മുടെ ധനകാര്യ മാനേജ്മെന്റിനെ പറ്റി പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഗവൺമെന്റ് പ്രസിൽ നോട്ട് അച്ചടിച്ച് ഇവിടെ കൊണ്ടുവന്ന ട്രഷറി കൊണ്ടുവന്ന വിതരണം നടത്തുന്ന പരിപാടിയല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ ഇതൊക്കെ പറയണമെന്നില്ല ചോദിക്കുന്നത്. അങ്ങനെയാണ് ഇവരൊക്കെ ധരിച്ചു വെച്ചേക്കുന്നത്. അല്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ ചെറിയ ഫീസായിട്ടും വരുമാനമായിട്ടും ടാക്സ് ആയിട്ടും പിരിക്കുന്ന തുക കടമെടുത്ത തുകയുമാണ് സർക്കാരിന്റെ ഇതിനു വേണ്ടി ചെലവാക്കുന്ന ഒരു ധാരണയോടുള്ള ആരെങ്കിലും ചെലവാക്കുന്നുണ്ടോ? ഇവിടെ മന്ത്രിമാർക്ക്, MLA മാർക്ക്, ബാക്കിയുള്ളവർക്കൊക്കെ പരിധിയില്ലാത്ത മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് മേടിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നേരത്തെ ഒരാളോട് മേടിച്ച ഏതാണ്ട് 190 ലക്ഷം രൂപയാണ് ഒരു മെഡിക്കൽ ബില്ല് മേടിച്ചിരിക്കുന്നത്, ഒരു ട്രീറ്റ്മെന്റിന് ഒരു MLA അല്ലെങ്കിൽ ഒരു മന്ത്രി മേടിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടില് പിന്നീട് ഇവിടെ ഇപ്പോ IAS ഉദ്യോഗസ്ഥർക്ക് പോലും പിന്നീട് ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഇല്ല. അതേസമയത്ത് മന്ത്രിയുടെ ഓഫീസിൽ മന്ത്രിയുടെ കൂടെ നടക്കുന്നവന്മാർക്ക്, പ്രൈവറ്റ് ആയിട്ടുള്ള നിയമിക്കുന്നവർക്ക് 2 വർഷം 2.5 വർഷം കഴിഞ്ഞാൽ ലൈഫ് ലോങ് മിനിമം പെൻഷൻ കൊടുക്കുന്നു. ലോകത്ത് എവിടെയുണ്ട്? ഇതുപോലെ ഏതെടുത്തു കഴിഞ്ഞാലും, അതായത് ഈ സർക്കാരിന്റെ പണം ജനങ്ങളുടെ പണമാണ്, അത് വളരെ സൂക്ഷിച്ച് ചെലവാക്കണമെന്നുള്ള ഒരു ചിന്താഗതി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മേഖലയിലുള്ള ആളുകളെ കാണാൻ കഴിയുന്നില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ 5 വർഷത്തിലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണമാണ് ഈ ഇതിനെ മുഴുവനും, നമ്മുടെ ഈ ധനസ്ഥിതി മുഴുവനും നശിപ്പിച്ചതിന്റെ അടിസ്ഥാന കാരണമെന്ന് ഞാൻ പറയും, നമ്മൾ പറയും. പക്ഷെ അതിലൊരു മാറ്റം വരുത്താനായിട്ട് തയ്യാറല്ല. ഞങ്ങൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയിലായിരുന്നപ്പോൾ 2012 ഞങ്ങൾ കൊടുത്ത ഒരു ശുപാർശയാണ്, നമ്മുടെ ഇന്നത്തെ ധനസ്ഥിതി വെച്ച് 5 വർഷത്തിലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണത്തിന് ഇതില്ല. അതുകൊണ്ട് 10 വർഷത്തിലൊരിക്കൽ, കേന്ദ്ര സർക്കാർ 10 വർഷത്തിലൊരിക്കലാണല്ലോ ശമ്പള പെൻഷൻ പരിഷ്കരിക്കുന്നത്, അതുപോലെ ഇവിടെ പരിഷ്കരിക്കണമെന്ന് പറഞ്ഞു. എന്തൊരു ബഹളമായിരുന്നു അറിയാം. ആ റിപ്പോർട്ടിനെ ഇവിടെ കൊണ്ടുപോയി പിറ്റേ ദിവസം മുഴുവൻ ഇവിടെ കൊണ്ടുപോയി കത്തിച്ച് എന്ത് ബഹളമായി. ഞങ്ങളെയൊക്കെ ഇനി പറയാനുള്ള അധിക്ഷേപം മുഴുവനും നടത്തി. അന്നത്തെ ധനമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രി ഒരാഴ്ച തൊട്ടേ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഞങ്ങൾ നടപ്പിലാക്കുന്ന പ്രശ്നമേ ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞങ്ങൾ ഈ പിന്നീട് സ്വപ്നം കണ്ടുകൊണ്ട് പറഞ്ഞല്ലേ. അതായത് സംസ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചെലവ് എന്താണ്? ശമ്പളം, പെൻഷൻ, പിന്നെ അതോടൊപ്പം തന്നെ പ്രൈവറ്റ് എയ്ഡഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന ഗ്രാന്റ്, 3 ഐറ്റം. ഇതിലൊരു നിയന്ത്രണം കൊണ്ടുവരാതെ നമുക്ക് മുന്നോട്ട് പോകാനൊക്കില്ല. അതിലൊരു നിയന്ത്രണം എങ്ങനെ കൊണ്ടുവരാം? ഈ 5 വർഷത്തുള്ള ശമ്പള പെൻഷൻ 10 വർഷമാക്കുക. 10 വർഷത്തിലൊരിക്കലാവുമ്പോൾ കുറച്ചുകൂടെ ഒരു സ്പേസ് കിട്ടും, കാര്യങ്ങൾ മെച്ചമാക്കാൻ നോക്കും. എന്തൊരു ബഹളമായിരുന്നു. ഞങ്ങളിവിടെ പണ്ട് മുതലേ സമരം ചെയ്ത് ഞങ്ങൾ നേടി വലിയ നേട്ടത്തിന് ഇവിടെ ചില പിന്തിരിപ്പന്മാർ കമ്മിറ്റി വന്ന് ഇങ്ങനെ പറയുന്നു, അങ്ങനെ പറയുന്നു, എന്തെല്ലാം ബഹളം. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇപ്പൊ ഒരുത്തൻ വാതർക്കാൻ, ഏതെങ്കിലും ഒരുത്തൻ, ഈ രാഷ്ട്രീയ നേതാവ് ഒരുത്തനെങ്കിലും ഇതിനെപ്പറ്റി ഇന്നത്തെ ഇത്രയും തകർന്നു കിടക്കുന്ന ഈ ധനസ്ഥിതിയെ പറ്റി പറയാൻ ധൈര്യമുണ്ടോ? ഒരുത്തന് ഒരു വാക്ക് പറയാൻ ധൈര്യമുണ്ടോ? അല്ലെങ്കിൽ അവന്മാർക്ക് എന്തെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ് പറയാനുണ്ടോ? അപ്പൊ അത്രയും സ്ഥിതിയിലേക്ക് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെ മുഴുവനും നശിപ്പിച്ച് നാമാവശേഷമാക്കി. ഞാനൊരു കാര്യം
കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ 5 ലക്ഷം പേര് സർക്കാർ മേഖലയിൽ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ. അവരിൽ ആരെങ്കിലും ഒരാൾ ഈ ഇത്രയും ശമ്പളം ഞങ്ങൾക്ക് തരാനായിട്ടുള്ള അല്ലെങ്കിൽ 5 വർഷത്തിലുള്ള ശമ്പള പരിഷ്കരണം നടത്താനായിട്ടുള്ള പണം ഉണ്ടോ എന്ന് ചോദിക്കാനോ അല്ലെങ്കിൽ ഒരു ട്രേഡ് യൂണിയനെങ്കിലും ചോദിക്കാനായിട്ടുള്ള തന്റെ ഇടമുള്ള വരുത്തനുണ്ടോ? എവിടെ നിന്നാണ് ഇത് വരുന്നത്? കറൻസി നോട്ട് പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നതാണോ? അപ്പൊ ഈ നിലയിൽ ഞാൻ പറഞ്ഞ അതായത് ഇവിടെ ഇപ്പൊ നടക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് ധനധൂർത്ത് രാഷ്ട്രീയമാണ്. നമ്മളിപ്പോ കമ്മ്യൂണിസം എന്നും സോഷ്യലിസം എന്നൊക്കെ പറയുന്നില്ലേ, അതിന്റെ വേറൊരു ഇസമാണ്. ഇപ്പൊ സർക്കാരിന്റെ പണം പിന്നീട് അധികാര സ്ഥാനത്തിരിക്കുന്നവർ എങ്ങനെയെങ്കിലും അടിച്ച് അവരുടെ സുഖമായിട്ട് ജീവിക്കുക എന്നുള്ള ഒറ്റ പരിപാടി. എത്ര ഉദാഹരണമാണെങ്കിലും ഞാൻ പറയാം. ആഡംബരം. ഇവിടെ ജില്ലാതല ഉദ്യോഗസ്ഥന്മാർ വരെ ടയോട്ട ഇനോവയിലല്ലേ സഞ്ചരിക്കുന്ന? ലോകത്തെവിടെ സഞ്ചരിക്കും ഇങ്ങനെ? ജില്ലാതല ഉദ്യോഗസ്ഥന്മാർ വരെ ടയോട്ട ഇനോവയിലാണ്. അത്ര വലിയ പണമുള്ള ഒരു നാടാണോ? ഇവിടെ 42% ആളുകളും BPL കുടുംബങ്ങളല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ നാട്ടിൽ. അപ്പൊ നമ്മളിപ്പോ എന്നിട്ട് പറയും ലോകത്തിന് സമാധാനതല്ലാത്ത വികസനമാണ് ഇവിടെ നടക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു 4-5 എണ്ണത്തിന് അല്ലെങ്കിൽ കുറെ പരസ്യവും ദിവസവും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ ഒരു തകർച്ച നടക്കുന്ന ഒരു കാലം വേറെ ഇല്ല. അതിന്റെ അടിസ്ഥാന കാരണം ഈ ധനധൂർത്ത രാഷ്ട്രീയമാണ്. ഈ ധനധൂർത്ത രാഷ്ട്രീയത്തിൽ നിന്ന് ഇവർ മാറുമോ? അല്ലാതെ ഈ നമ്മുടെ ഇപ്പൊ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് നടക്കുന്ന ഇത്ര ആളുകളുണ്ടല്ലോ, അവരെന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? അവരൊരു വരുമാന മാർഗമുണ്ടോ? പിന്നെ എങ്ങനെ ഇവരിത്രയും സമത്വമായിട്ട് ജീവിക്കുന്നു? 1-2 പേരല്ലേ, ലക്ഷക്കണക്കിന് ആളുകളല്ലേ ഈ രാഷ്ട്രീയം എന്നും പറഞ്ഞ് നടന്ന് ജീവിക്കുന്ന? എങ്ങനെ ജീവിക്കുന്നു അവര്? എവിടെ നിന്ന് അവർക്ക് പണം കിട്ടുന്നു? അപ്പോ ഈ ധനധൂർത്ത രാഷ്ട്രീയം നടത്തി എങ്ങനെയെങ്കിലും സർക്കാർ ഈ ജനത്തിന്റെ പണം എങ്ങനെയെങ്കിലും കൊള്ള ചെയ്ത് സുഖമായിട്ട് ജീവിക്കാം എന്നുള്ള ഒരു പ്രസ്ഥാനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മുമ്പോട്ട് പോവില്ല. അത് നിൽക്കും. അത് ഇടിച്ചു നിൽക്കാതെ പറ്റില്ല. ആ സ്ഥിതിയിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്.